പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്തെങ്കിലും നന്മ കിട്ടിയാൽ, ഒരു അനുഗ്രഹം കിട്ടിയാൽ, ഒരു സന്തോഷം കിട്ടിയാൽ അള്ളാഹുവിനെ വാനോളം പുകഴ്ത്തുകയും ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലാഹു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രയാസത്തിന് അള്ളാഹുവിനെ കുറ്റം പറയുന്നവരാണ് മനുഷ്യർ. എന്തേ എനിക്ക് അല്ലാഹ് അങ്ങനെ തന്നു, എന്തുകൊണ്ട് റബ്ബ് എന്നെ പരീക്ഷിച്ചു, ഞാൻ നിസ്കരിക്കാറുണ്ടല്ലോ, ഞാൻ നോമ്പ് പിടിക്കാറുണ്ടല്ലോ, എല്ലാം ചെയ്യുന്ന എന്നെ എന്തുകൊണ്ട് റബ്ബ് പരീക്ഷിച്ചു എന്ന ഒരു കുറ്റബോധം നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് പുനർജനിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നമ്മൾ വിശ്വാസി എന്ന പരീക്ഷയിൽ തോറ്റുപോയി. ഒരു വിശ്വാസിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഖൈറായ കാര്യവും ഒരു ശർറായ കാര്യവും വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖൈറും ശർറും ഉണ്ടാകുന്നത് എന്റെ പടച്ചവനിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഒരു വിശ്വാസി എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം സൂഫി ലോകത്തെ വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ പറയുന്നുണ്ട്, തന്റെ സൂഫി ജീവിതത്തിനിടയിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനെ, ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ. ആ മനുഷ്യൻ തന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, തങ്ങളെ എന്താണ് ഹാല്, എന്താണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, റാഹത്താണ്. ആ വന്ന മനുഷ്യൻ ഒന്നുകൂടെ ചോദ്യം ആവർത്തിച്ചു, എന്താണ് റാഹത്ത് എന്ന് പറഞ്ഞാൽ, റാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോ തങ്ങൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, എന്തെങ്കിലും അവൻ തന്നാൽ തിന്നും, എന്തെങ്കിലും അവൻ കുടിക്കാൻ തന്നാൽ അത് കുടിക്കും, എന്തെങ്കിലും ഉടുക്കാൻ തന്നാൽ അത് ഉടുക്കും. ഇനി അപ്പോ ആ വന്ന മനുഷ്യന് വീണ്ടും ചോദ്യം ആവർത്തിച്ചു, തന്നില്ലേലോ, ഇനി അല്ലാഹ് തന്നില്ലേൽ എനിക്ക് പരാതിയില്ല, പരിഭവമില്ല, ഒന്നും മിണ്ടാതെ ഞാൻ എവിടെയെങ്കിലും കിടക്കുമെന്ന് ആ മനുഷ്യന് പറഞ്ഞപ്പോ ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് ആ വന്ന മനുഷ്യന് കാർക്കശ്യത്തോടുകൂടി ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾക്ക് നേരെ നോക്കിയിട്ട് പറഞ്ഞു, തഫ്അൽ ഹാദാ കിലാബു ബൽഖാ, തങ്ങളിപ്പോ പറഞ്ഞ ഈ മറുപടിയില്ലേ, തങ്ങളുടെ ഇതേ സ്വഭാവമാണ് ഈ ബൽഖാ രാജ്യത്തിന്റെ തെരുവോരത്തുകൂടി നാവ് പുറത്തേക്കിട്ടുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായകളില്ലേ, ഈ നായകളുടെ സ്വഭാവവും ഇത് തന്നെയാണ്. മനുഷ്യൻ അങ്ങനെയാകാൻ പാടില്ല. ഒരു മനുഷ്യനായാൽ അല്ലാഹ് ഇന്ന് തന്നതിന് ശുക്ർ ചെയ്യണം, അല്ലാഹ് ഇന്നലെ തന്നതിനും ശുക്ർ ചെയ്യണം, ഇന്ന് തരാത്തതിനും ശുക്ർ ചെയ്യുന്നവനാകണം. മനുഷ്യനായാൽ, ഒരു വിശ്വാസിയായാൽ അല്ലാഹുവിന് നന്ദിയുള്ളവനാകണം. അല്ലാതെ നാൽക്കാലികളായ മൃഗങ്ങളെ പോലെ, ജീവികളെ പോലെ ആകാൻ അതപ്പതിക്കാൻ പാടില്ല എന്നാണ് ഇതിലൂടെ മഹാനവറുകളെ പഠിപ്പിച്ചു തരുന്നതെങ്കിൽ, മഹാനവറുകളെ പോലും ചിന്തിപ്പിച്ചു പോയതെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിലേക്ക് ഒരു ബുദ്ധിമുട്ടെത്തി കഴിഞ്ഞാൽ നാം ആദ്യം കുറ്റം പറയുന്നത് റബ്ബിനെയാണ്, ആദ്യം കൊള്ളിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവേ, അപ്പുറത്തെ വീട്ടുകാരനെ ഈ ബുദ്ധിമുട്ട് കൊടുത്തില്ലല്ലോ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, നിന്നെ വിശ്വസിക്കുന്ന അടിമയാണ്, എന്നിട്ട് പോലും നീ എനിക്ക് പരീക്ഷണം തന്നുകൊണ്ട് എന്നെ നീ പരീക്ഷിക്കുന്നുണ്ടല്ലോ. എന്നാൽ എന്റെ അയൽ വീട്ടുകാരനാകട്ടെ, അവർക്ക് നിസ്കാരങ്ങളില്ല, നീ എന്ന വിചാരം പോലും ഇല്ലാതെയാണ് അവർ കഴിഞ്ഞുകൂടുന്നത്, എന്നിട്ടും നീ അവർക്ക് പരീക്ഷണം കൊടുക്കുന്നില്ലല്ലോ. ഇതുണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ.